CSI ദക്ഷിണ കേരള മഹായിടവകയുടെ ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് ഒരുക്കുന്ന വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ റവറൻ സാലിൻസ് എസ് ദാസ്. പ്രധാന വാർത്താ വിശേഷങ്ങളിലേക്ക്. മഹായിടവക മുടങ്ങിക്കിടന്ന പെൻഷനും ശമ്പളവും വിതരണം ചെയ്തു. യാത്രയപ്പ് നൽകി. പ്രവേശനോത്സവത്തിന് ഒരുങ്ങി കുഞ്ഞുങ്ങൾ. പാലിറ്റീവ് കെയറിലൂടെ മഹായിടവക കൂടുതൽ സജീവമാകുന്നു. നിറവ് പദ്ധതി അമ്പൂരിയിൽ. കുഞ്ഞുങ്ങൾക്ക് ആശംസയുമായി മഹായിടവ സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പെൻഷനും ശമ്പളവും വിതരണം ചെയ്തു. CSI ദക്ഷിണ കേരള മഹായിടവക റിട്ടയർഡ് പുരോഹിതന്മാർക്കും മഹായിടവക ജീവനക്കാർക്കും മുടങ്ങിക്കിടന്ന പെൻഷനും ശമ്പളവും വിതരണം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം വളരെ വലിയ പ്രതിസന്ധിയാണ് മഹായിടവക നേരിട്ടത്. അതോടൊപ്പം റിട്ടയർഡ് പുരോഹിതന്മാർക്കും മഹായിടവക ജീവനക്കാർക്കും ദുരിതത്തിന്റെ കാലഘട്ടമായിരുന്നു. മഹായിടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും സെക്രട്ടറി ഡോക്ടർ ടി പ്രവീണിന്റെയും നേതൃത്വത്തിൽ ഈ വിഷയത്തിന്മേൽ അടിയന്തര ഇടപെടൽ നടത്തിയത് ഏവർക്കും ആശ്വാസമായിരിക്കുന്നു. തുടർന്ന് പെൻഷനും ശമ്പളവും മുടക്കമില്ലാതെ എല്ലാവർക്കും കൃത്യമായി നൽകുമെന്ന് മഹായിടവ സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ അറിയിച്ചു. യാത്രയപ്പ് നൽകി. ദക്ഷിണ കേരള മഹായിടവക ആസ്ഥാനത്ത് സജീവ മേഖലയിൽ പ്രവർത്തിച്ച് 31/5/2025 ശനിയാഴ്ച സേവന കാലാവധി പൂർത്തീകരിച്ച് വിരമിച്ച 7 പേർക്ക് മഹായിടവക സ്റ്റാഫ് അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. ശ്രീ ശോഭൻലാൽ, ക്രിസ്റ്റഫർ, ബ്രൗൺ സിംഗ്, ഡേവിഡ് അലക്സാണ്ടർ, ശ്രീമതി ശോഭന, സുലോചന, സുധാ ഡേവിഡ്സൺ എന്നിവരെയാണ് റിട്ടയർഡ് ആകുന്നത്. ബിഷപ്പ് കമ്മീഷണറേയും പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറിമാർ റവറൻ ജയരാജൻ ആശംസകൾ അറിയിച്ചു. കോ സിഗ്നേറ്ററി റവറൻ ഡോക്ടർ പ്രിസ്റ്റൻ ബെൻ, പ്രൊഫസർ റവറൻ സിബിൻ, മറ്റു വിവിധ ബോർഡുകളുടെ കോർഡിനേറ്റർമാർ എന്നിവർ ഈ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. വിരമിച്ച 7 പേരും മാതൃകാപരമായ കൃത്യനിർവഹണമാണ് മഹായിടവകയിൽ കാഴ്ചവെച്ചത് എന്ന് റവറൻ ജയരാജൻ സദസ്സിൽ പറയുകയുണ്ടായി. അതോടൊപ്പം സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി മിസ്റ്റർ സാനു, മറ്റു മഹായിടവകയിലെ വിവിധ സ്റ്റാഫുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ കൂടെ ജോലി ചെയ്യുന്നവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് എല്ലാവരും ചേർന്ന് സാമ്പത്തിക സഹായങ്ങൾ നൽകിയുണ്ടായി. അതോടൊപ്പം സ്നേഹസദ്യയും യാത്രയപ്പ് ചടങ്ങുകളും ഉണ്ടായിരുന്നു. പ്രവേശനോത്സവത്തിനൊരുങ്ങി കുരുന്നുകൾ. നാളെ 2-ാം തീയതി തിങ്കളാഴ്ച കുഞ്ഞുങ്ങൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കൂടുതൽ റിപ്പോർട്ടുമായി റിപ്പോർട്ടർ അശ്വതി നമ്മോടൊപ്പം. 2025 ജൂൺ 2 പ്രവേശനോത്സവം. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ഓരോ വിദ്യാർത്ഥികളും കാലെടുത്ത് വയ്ക്കുകയാണ്. വിദ്യാലയം എന്നത് കെട്ടിടമോ പുസ്തകങ്ങളോ മാത്രമല്ല, അത് നന്മയുടെയും നല്ല സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അറിവിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഒത്തുചേരലാണ്. ഇവിടെയാണ് നാം നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നതോടൊപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കേണ്ടത്. ഓരോ വിദ്യാർത്ഥിനിയും നാളെയുടെ പ്രതീക്ഷയാണ്, വാഗ്ദാനമാണ്. ഈ പ്രവേശനോത്സവത്തിൽ നമ്മോടൊപ്പമുള്ളത് ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിൽ ഈ നാളുകളിൽ പ്രവർത്തിക്കുന്ന WF സെൻട്രൽ സ്കൂൾ കാരക്കോണത്ത് നിന്ന് പ്രിയ അധ്യാപികയും വിദ്യാർത്ഥികളുമാണ്. നമുക്ക് അവരോടൊപ്പം ചേർന്ന് പ്രവേശനോത്സവ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ, ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ടീച്ചറിന്റെ പേരെന്താണ്? എൻ്റെ പേര് ആര്യ. ടീച്ചർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സ്കൂൾ റീഓപ്പണിങ്ങിന് വേണ്ടി. അതിന്റെ വളരെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും. അതിന്റെ വർക്കിലാണ്. ഇന്നും എല്ലാ ടീച്ചേഴ്സും സ്റ്റാഫും സ്കൂളിലുണ്ട്. അതിന്റെ പുറകെയാണ് എല്ലാവരും. താങ്ക് യു ടീച്ചർ. ഈ വിദ്യാർത്ഥിനികളോട് ഈ പ്രവേശന ദിനത്തിൽ ടീച്ചറിന് എന്തോന്നാണ് പറയാനുള്ളത് വിദ്യാർത്ഥിനികളോട്? നമ്മുടെ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം. ഒരു കുട്ടി പോലും മാറ്റി നിർത്താനിട വരാതെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും നല്ല സ്വഭാവങ്ങൾ ഈ വർഷം കൊടുക്കാനായിട്ട് പറ്റണം. കാരണം നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നല്ല എഡ്യൂക്കേഷനിലൂടെ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തണം. അത് നമ്മുടെ സ്കൂളിൽ ഒരു വഴിത്തിരിവായിട്ട് മാറട്ടെ എന്നുള്ളൊരു ആശംസ എല്ലാ കുട്ടികളോടും പറയാനുണ്ട്. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു ഫോർ ദിസ് വാല്യുബിൾ ടൈം. താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. എന്റെ പേര് അക്ഷര SS. എത്രാം ക്ലാസ്സിലാണ് അക്ഷര പഠിക്കുന്നത്? നെക്സ്റ്റ് 8th. അപ്പൊ മഴയത്ത് സ്കൂളിലൊക്കെ പോകാൻ അക്ഷരക്ക് ഇഷ്ടമാണോ? ഇപ്പൊ ഞാൻ നടന്നു പോകുന്നോണ്ട് ഞാൻ നല്ല എൻജോയ് ചെയ്താണ് പോണ. ഫ്രണ്ട്സിന്റെ അടുത്ത് നടന്നു പോകും. അപ്പൊ മഴയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം പ്രകൃതിയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു അക്ഷര, അല്ലേ? അതെ അതെ. ഹലോ. ഹലോ, പേരെന്താണ്? അഭിരാമി ദിയ. അഭിരാമി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഇനി 9th സ്റ്റാൻഡേർഡില്. ഓക്കെ. പിന്നെ ഈ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? സ്കൂളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടോ?
ഇപ്പൊ കുറെ മാറി നമ്മുടെ സ്കൂൾ. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഈ അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്യാൻ. എത്രാമത്തെ ക്ലാസ് മുതലാ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്? ഞാൻ പ്രീ KG തൊട്ട് ഇവിടെയാ. ഓക്കെ, അപ്പൊ സ്കൂളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു? യെസ്. അതോടൊപ്പം ടീച്ചർമാരെ ഇഷ്ടപ്പെട്ടു? എന്റെ വീട് പോലെ സ്കൂള്, ടീച്ചേഴ്സിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു അധ്യയന വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ. താങ്ക് യു അഭിരാമി. താങ്ക് യു. ഓക്കെ, ഇത്രയും സമയം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിലുള്ള WF സെൻട്രൽ സ്കൂൾ കാരക്കോണത്ത് നിന്ന് പ്രിയ അധ്യാപികയും വിദ്യാർത്ഥികളുമാണ്. വളരെ നല്ലൊരു പ്രവേശന സന്ദേശമാണ് പ്രിയ ടീച്ചർ നൽകിയത്. താങ്ക് യു ടീച്ചർ, താങ്ക് യു ഫോർ ദി സ്റ്റുഡൻസ്. കാലാവർഷ യാത്രക്കിടയിലും രസകരമായ ഈ പഠന കളരിയിലേക്ക് വരുന്നതിന് മുൻപ് സന്തോഷത്തിന്റെ പുതുനിറങ്ങളായി തീരാൻ ഏവർക്കും കഴിയട്ടെ. കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഓരോരുത്തരെയും കൂടുതൽ കരുത്തോടെ നയിക്കട്ടെ. നന്നായി പഠിക്കുന്നതിനും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുമുള്ള ഇടമായി ഓരോ വിദ്യാലയവും മാറുമെന്ന് എനിക്കുറപ്പുണ്ട്. ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളിലെ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു പ്രവേശന ദിനം ആശംസിക്കുന്നു. സ്വപ്നം കാണുവാനും അത് നേടിയെടുക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ. മഹായിടവകയുടെ സ്വന്തം ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ SKD മീഡിയ വിഷൻ ചാനലിന് വേണ്ടി റിപ്പോർട്ടർ അശ്വതി. പ്രതീക്ഷയോടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുവാൻ ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതൃകപരമായ ശിക്ഷണം നൽകുന്ന അധ്യാപകർക്കും മഹായിടവക ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻസിന്റെയും ദക്ഷിണ കേരള മഹായിടവകയുടെയും 1000 പ്രാർത്ഥനാശംസകൾ നേർന്നുകൊള്ളുന്നു. പാലിറ്റി കെയർ പദ്ധതി പലരുടെയും ജീവിതത്തെ സ്പർശിക്കുന്നതായി റിപ്പോർട്ടുകൾ. ദക്ഷിണ കേരള മഹായിടവകയിലെ പകരം വെക്കാനാകാത്ത പ്രവർത്തനങ്ങൾ ഒന്നാണ് പാലിറ്റി കെയർ പ്രവർത്തനങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർധനരായ പല രോഗികൾക്കും സർജറിക്ക് ആവശ്യമായ മുഴുവൻ തുകയും അതോടൊപ്പം ആശുപത്രി ചെലവുകളും മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ സ്വയം വഹിക്കുകയും നിർധനായ രോഗികൾക്ക് അത്താണി ആവുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തകർന്ന് ക്ഷീണിതരായ രോഗികൾക്ക് പുത്തൻ പ്രതീക്ഷയാണ് ഡോക്ടർ TT പ്രവീൺ നേതൃത്വം നൽകുന്ന പാലിറ്റി കെയർ പദ്ധതി നൽകി വരുന്നതെന്ന് പാലിറ്റി കെയർ കോർഡിനേറ്റർ റവറൻഡ് ഷൈൻ അച്ഛൻ വ്യക്തമാക്കി. നിറവ് പദ്ധതി അമ്പൂരിയിൽ. നിറവ് പദ്ധതിയിലൂടെ പഠനോപകരണ വിതരണം CSI അമ്പൂരി ഡിസ്ട്രിക്റ്റിൽ ജൂൺ 1 ഞായറാഴ്ച 2 മണിക്ക് നടക്കുന്നു. ഡിസ്ട്രിക്ട് ചെയർമാൻ റവറൻഡ് H ജപജ്ഞാനം ഈ യോഗങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നുണ്ട്. മഹായിടവക സെക്രട്ടറി TT പ്രവീൺ നിറവിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിൽ അതിഥിയായി എത്തിച്ചേരുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. നിറവ് പദ്ധതിയിലൂടെ ദക്ഷിണ കേരള മഹായിടവകയിലെ വിവിധ സഭകളിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാകുന്ന പഠനോപകരണങ്ങളും മറ്റിതര സഹായങ്ങളും ക്രമമായി വീണ്ടും നൽകുവാൻ ദൈവം ഇടയാക്കിയതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് നിറവ് കോർഡിനേറ്റർ റവറൻഡ് സനലച്ചൻ അറിയിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആശംസയുമായി മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ. ഹൃദ്യമായ ആശംസകൾ നൽകിയ മഹായിടവക സെക്രട്ടറിക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇത് മഴക്കാലമാണ്. ഏവരും ജാഗ്രതയോടെ ആയിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, മഹായിടവക ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമാണ്. സേവനങ്ങൾ ആവശ്യമുള്ളവർ കൃത്യമായി പ്രയോജനപ്പെടുത്തുവാനായി ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ വാർത്താവിശേഷങ്ങളോട് അവസാനിച്ചു. വീണ്ടും മഹായിടവക വാർത്താവിശേഷങ്ങളുമായി അടുത്ത ബുള്ളറ്റിനിൽ വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും നന്ദി. ഏവർക്കും ശുഭദിനം.